ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ടൂർ പോയതിൻ്റെ ലാസ്റ്റ് ഡേയുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നമ്മളെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. നമ്മളിവിടെ നേരെ ഇനി മുരുടേശ്വരൻ ടെമ്പിളിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൂടെ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും റെഡിയായി ബസ്സിൽ കയറി ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ നമുക്ക് വഴി ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇതാ ഈ മിസ് കള്ളക്കളിയാ. അപ്പോൾ നമ്മൾ 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് മുരുടേശ്വരൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വാഹനങ്ങൾ അലൗഡ് അല്ല, അതായത് അവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്കിവിടെ നടന്നു വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പോൾ 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് വേഗം മുരുടേശ്വരൻ ടെമ്പിളിലേക്ക് എത്തി ബാക്കി കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ 2 ഭാഗത്ത് ചേർന്ന് എല്ലാവരും നടക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അസഹനീയമായിട്ടുള്ള വെയിലാണ്. നമ്മൾ മുരുടേശ്വരൻ ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഐതിഹ്യവും ചരിത്രവും കെട്ടുപിഴഞ്ഞു കിടക്കുന്ന തുളുനാടിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് മുരുടേശ്വരൻ ടെമ്പിൾ എന്നാണ് പറയപ്പെടുന്നത്. വിശ്വാസികളെ പോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഉല്ലസിക്കാനും കാഴ്ചകൾ കാണാനൊക്കെ മുരുടേശ്വരൻ ടെമ്പിൾ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. മുരുടേശ്വരൻ ടെമ്പിളിൻ്റെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ധാരാളം മത്സ്യ വിഭവങ്ങൾ കിട്ടുന്ന കടകളും കൂടി ഇവിടെയുണ്ട്. കാരണം കടലിനോട് ചേർന്നാണ് മുരുടേശ്വരൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തോളം മുട്ടി നിൽക്കുന്ന ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും മുരുടേശ്വരൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഐതിഹ്യങ്ങൾ എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുരുടേശ്വരൻ ടെമ്പിളിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേവഗണങ്ങൾക്ക് അനശ്വരത സാധ്യമായത് ശൈവ പ്രതീകമായ ആത്മലിംഗത്തെ പൂജിക്കുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ എങ്ങനെയെങ്കിലും ആത്മലിംഗം കൈക്കലാക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ തീവ്രമായ പ്രാർത്ഥനയുടെയും പൂജയുടെയൊക്കെ ഫലമായിട്ട് പരമശിവനെ പ്രസാദിപ്പിക്കാൻ സാധിച്ച രാവണൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരമായിട്ട് ആത്മലിംഗം ആവശ്യപ്പെട്ടു. അങ്ങനെ രാവണന് ആത്മലിംഗം ശിവൻ വരമായിട്ട് നൽകി. അങ്ങനെ അതുമായിട്ട് ലങ്കയിലേക്ക് പോവുമായിരുന്ന രാവണൻ യഥാസ്ഥാനത്ത് അത് ഉറപ്പിക്കണം, അല്ലാതെ മറ്റൊരിടത്ത് വയ്ക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും നൽകി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ നാരദമുനി എങ്ങനെയെങ്കിലും ആത്മലിംഗം കൈവശപ്പെടുത്തണം എന്നൊരു കാര്യം മഹാവിഷ്ണുവിനോടും ഗണപതിയോടൊക്കെ പോയി പറയുകയും ഒരു അപേക്ഷ എന്ന രീതിയിൽ അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. അപ്പം രാവണൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് മേടിച്ചെടുക്കണമെന്ന് ഗണപതി തീരുമാനിക്കുകയും സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ എല്ലാ പൂജയും വഴിപാടുകളൊക്കെ നടത്തുന്ന ആളാണ് രാവണൻ എന്ന് മനസ്സിലാക്കിയ ഗണപതി ചെറിയ ബാലൻ്റെ രൂപത്തിൽ രാവണന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും രാവണൻ എനിക്ക് പൂജയും വഴിപാടൊക്കെ ഈ ഒരു കൈ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഗണപതിയുടെ കയ്യിലേക്ക് ആത്മലിംഗത്തെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത് തൻ്റെ പൂജയും വഴിപാടെല്ലാം കഴിച്ച് തിരിച്ചെത്തിയപ്പോഴാണ് തനിക്ക് പറ്റിയ ഒരു അമ്മിളി മനസ്സിലാവുന്നത്. സൂര്യനെ ഇവർ മറച്ചു വെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് വൈകുന്നേരം ആയതായിട്ട് തനിക്ക് തോന്നിയതെന്നും എല്ലാം രാവണൻ തിരിച്ചറിയാണ്. ഈ സമയത്ത് അതീവ പരിഭ്രാന്തിയോടുകൂടി എല്ലാം നശിപ്പിക്കാനായിട്ട് രാവണൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കോപാകുലനായിട്ടുള്ള രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, അതായത് ആത്മലിംഗം. അങ്ങനെ രാവണൻ്റെ ശക്തമായിട്ടുള്ള ബലപ്രയോഗം മൂലം ആത്മലിംഗം പല ഖണ്ഡങ്ങളായിട്ട് ചിതറുകയും ലിംഗത്തിൻ്റെ മുകൾ ഭാഗം ഉൾപ്പെടുന്ന ഖണ്ഡം കുറച്ചകലെയുള്ള സൂര്യത്കൽ എന്ന പ്രദേശത്ത് ചെന്ന് പതിക്കുകയും ചെയ്തു. തുടർന്ന് രാവണൻ ലിംഗത്തിൻ്റെ പേടകത്തിൻ്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണവും ഓരോ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു. ഇവയിൽ എടുത്തെറിഞ്ഞ സാധനങ്ങളിൽ ആവരണം വന്ന് പതിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് മുരുടേശ്വരൻ ക്ഷേത്രം എന്ന് പിൻകാലത്ത് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് മുരുടേശ്വരൻ ടെമ്പിളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ കടലിലേക്ക് പോവുകയാണ്. ഇവിടെ ഞങ്ങൾക്കൊരു 2.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം കാണാം. ഞങ്ങളിതാ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്.
നമ്മളിനി നേരെ കടലിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെയാണ് നമ്മുടെ ടൂറിൻ്റെ അവസാനത്തെ ഒരു സ്ഥലം കാണൽ എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബോട്ടിൽ 16 പേരൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ 2 ബോട്ട് നമ്മൾ പിടിച്ച് നമ്മൾ ഇവിടുന്ന് പോകാൻ പോവാണ്. അരമണിക്കൂർ നമ്മൾ ബോട്ടിലിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. ശേഷം അവിടെ നമുക്ക് ബോട്ട് പിടിച്ച് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സൊക്കെ പോയിരിക്കുകയാണ്. അതാ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ബോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതായിട്ട് സൂര്യാസ്തമയമെല്ലാം നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പാൻ്റെല്ലാം കയറ്റി വെച്ച് റെഡി ആയി നിൽക്കണം. കാരണം നമുക്ക് കടലിലേക്ക് ചെറുതായി ഒന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമേ ബോട്ടിലേക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ബോട്ടിലേക്ക് കയറാം. അങ്ങനെ അരമണിക്കൂർ ബോട്ടിൽ ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മളിതാ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ 1 മണിക്കൂർ നേരം ചിലവഴിക്കാം. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂർ നേരം കിട്ടുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അനിക്ക് എവിടെ ഒരു വീഡിയോയിൽ എനിക്ക് കാണൂ. അങ്ങനെ നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിൽ ഇറങ്ങി. ഇവിടെ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് നടക്കണം. നടന്നാൽ മാത്രമേ നമ്മൾ ബീച്ചിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിന്ന് നടന്ന് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാം. കാടുണ്ട്, ചെറിയ കാടുകൾ, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അങ്ങനെ ചെറിയ കാടൊക്കെ ചുറ്റപ്പെട്ടാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഐലൻഡ് കിടക്കുന്നത്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. അതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെരുപ്പൊന്നും അലൗഡ് അല്ല. അതെല്ലാം ഒന്നെങ്കിൽ ഒരു കയ്യിൽ പിടിച്ചോളൂ, അല്ലെങ്കിൽ അവിടെ സ്റ്റാളിൻ്റെ അവിടെ കൊടുത്ത് ലഗേജ് എല്ലാം അവിടെ കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് അവിടെ അതൊന്നും എടുക്കാൻ ആരെയും കാണാത്തത് കൊണ്ടും ഞങ്ങളുടെ ചെരുപ്പെല്ലാം ഒരു കയ്യിൽ പിടിച്ചത് കൊണ്ടും ഞങ്ങൾ വളരെ സേഫായി ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ സെൻറ്റ് മേരീസ് ഐലൻഡിനെ കുറിച്ചുള്ള ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മൾ നേരത്തെ കാത്തിരുന്ന സെൻറ്റ് മേരീസ് ഐലൻഡ്. നമ്മളിവിടെ എത്തിയപ്പോഴത്തെ സൂര്യാസ്തമയം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ മുഴുവൻ കക്കകൾ, ശംഖ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും അത് പെറുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറേ പേര് സൂര്യാസ്തമയം കാണുന്നു. വന്ന ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു
സ്പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ആയാസപ്പെട്ട് എല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാ സാറും പിള്ളേരൊക്കെ ഇരുന്ന് കക്ക പെറുക്കുന്നു. എല്ലാവരും പെറുക്കി കേട്ടോ, എല്ലാവരും പെറുക്കി അവരുടെ ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം പൊട്ടയിരിക്കും. ഞാൻ വിചാരിക്കുകയാണ് ഇതൊക്കെ ചുവന്ന ഒരു കളർ കേട്ടോ. എനിക്ക് മാത്രം സ്പെഷ്യൽ. നോക്കുമ്പോ എന്താ മുളക്. അജു കോഴിത്തീറ്റ് പിന്നെ ഉപ്പില്ലാത്ത വെള്ളം പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന നോക്കട്ടെ. ഇത് 85 വർഷം മുന്നെയാണ് ഇവിടെ രൂപപ്പെട്ടത്. പിന്നെ ഈ രീതിയിലായത് എങ്ങനെയാന്ന് വെച്ചാൽ വേണ്ട ഇനി പറയുന്നില്ല. അത് കാണൂലടാ. നമ്മളെവിടെയാ ഉള്ളേ? സെന്റ് മേരീസ് ഐലൻഡ്. ബാക്കി നിർത്തനായ യുവാവ് ശങ്കിൽ കൊറുത്ത മാലയുമായി യുവതിയെ തേടുന്നു. അങ്ങനെ എല്ലാം ശൂന്യമായിട്ടോ. 3-ാം ദിവസത്തോടു കൂടി സെൻറ്റ് മേരീസ് ഐലൻഡിൽ വന്ന് ട്രിപ്പെല്ലാം കഴിഞ്ഞത്. എല്ലാവരും കരയ്ക്ക് കയറുന്നു, എല്ലാവരും പോവുകയാണ്. കിട്ടിയോ കുഞ്ഞാ? പക്ഷേ വേറൊരു ഡിസൈൻ അതെ അതാ കിട്ടാത്ത ഒരെണ്ണം അല്ലേ? കിട്ടിയിട്ടില്ല ഇതിന്. അതെ അങ്ങനെ ഇതൊക്കെയാണ് സെൻറ്റ് മേരീസ് ഐലൻഡിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മൾ 2 ബോട്ടിലായിട്ടാണ് ആളുകളെല്ലാം വന്നത് കേട്ടോ. നമ്മളിനി തിരിച്ച് പോവുകയാണ് ഇവിടുന്ന്. നേരത്തെ വന്ന പോലെ തന്നെ 20 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് ഇരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ കാണാം. ഇനി പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് സമയം പോവുകയാണ്. ഒരു 8 മണി വരെ നമ്മൾ പർച്ചേസിങ്ങിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ. അങ്ങനെ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി DJ ആണ്. നമുക്ക് DJയും കൂടെ കണ്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ ബസ്സിൽ കയറി പോവാം. അപ്പോൾ ഇതൊക്കെയാണ് യാത്രയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു ടൂറ്. നല്ലൊരു ഓർമ്മിക്കാനും സന്തോഷിക്കാനും അങ്ങനെ കിട്ടിയ ഒരു 2-3 ദിവസങ്ങൾ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ടൂറിൻ്റെ ഒരു വീഡിയോ തീർന്നിരിക്കുകയാണ്. മറ്റു പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം